ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങൾ പോണത് ബക്സ്റ്റൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. നമുക്ക് വെറുതെ ഒരു ഡേ ട്രിപ്പൊക്കെ പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇതിന് മെയിനായിട്ട് എനിക്കിഷ്ടമായത് ഇതിലൂടെയുള്ള ഡ്രൈവാണ്. ബക്സ്റ്റൺ ലൊക്കേറ്റ് ചെയ്യുന്ന ഡബീഷെയറിലാണ്. അതുപോലെ തന്നെ ഇതൊരു പീക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു പാർട്ടായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ടൗണിൽ വന്നിട്ടുണ്ട്. ഇത് ചെറിയൊരു ടൗണാണ്. നമുക്കൊരു വൺ ഡേ ട്രിപ്പിനൊക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലമാണിത് കേട്ടോ. ഇതിന് മെയിനായിട്ട് ഇതിൻ്റെ ആർക്കിടെക്ചറൊക്കെ നല്ല രസമാണ് കാണാൻ. ഞങ്ങൾ ദേ ഇവിടെ കേട്ടോ പാർക്ക് ചെയ്തിരുന്നു. പക്ഷേ നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയി അവിടെ പ്രോപ്പറായ ഒരു പാർക്കിംഗ് സ്പേസ് തന്നെയുണ്ട്. ഞാനിതിൽ കാണിക്കുന്നുണ്ടത്. നമുക്കൊരു ഡേ ട്രിപ്പിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടെ മെയിനായിട്ടുള്ളതൊരു പാർക്കുണ്ട്, പിന്നെ ഒരു ഗാർഡൻ സെൻ്റർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഈ ടൗണിലൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ മുമ്പ് പറഞ്ഞ പാർക്കിംഗ് കേട്ടോ. ഒരുപാട് പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് അതിന് എത്ര പൗണ്ടാണ് ഒരു മണിക്കൂറിനെന്നൊക്കെ. ഇത് ഈ പാർക്കിങ്ങിനോട് ചേർന്ന് തന്നെ ഇവിടെ ടോയ്ലറ്റും ഉണ്ട്. ഇവിടെ ആക്ച്വലി ഞങ്ങൾ പോയിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. കാരണം ഏർലി സ്പ്രിംഗ് ടൈമിലാണ് നമ്മൾ പോയത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെയെല്ലാം ചെറിയതായിട്ട് ഇങ്ങനെ പൂക്കളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. ഞങ്ങൾ പോയതൊരു സണ്ണി ഡേ ആയിരുന്നു, അതുകൊണ്ട് തന്നെ വെതറും നല്ലതായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ കാണാനും നല്ല രസമായിരുന്നു. ഈ ടൗണിൽ വേറൊരു മെയിൻ അട്രാക്ഷൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ കാണുന്ന വെള്ളം കണ്ടോ? ഈ വെള്ളം കളക്ട് ചെയ്യാൻ വേണ്ടി ദൂരെ നിന്ന് പോലും ആൾക്കാർ വരാറുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? 5000 വർഷത്തോളം പഴക്കമുള്ള വെള്ളമാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ ഒരുപാട് മിനറൽസ് ഉണ്ട്. അപ്പോൾ ഇത് മെഡിസിനൽ പ്രോപ്പർട്ടി ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ശ്വാസം മുട്ടലോ അതുപോലെ തന്നെ ജോയിൻറ്റ് പെയിനോ ഒക്കെ ഉള്ള ആൾക്കാർ ഇവിടെ വന്ന് ഈ വെള്ളം കളക്ട് ചെയ്യാറുണ്ട്. കാരണം ഇതിൻ്റെ മിനറൽ കണ്ടൻസ് അത്രമാത്രമാണ്. ഇതിന് 5000 വർഷം മുമ്പ് പെയ്ത മഴ ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് അതിങ്ങനെ ലൈം സ്കെയിലിൽ കൂടെ അരിച്ചരിച്ചാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വാട്ടർ ഫിൽറ്റർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരുപാട് മിനറൽസും അതുപോലുള്ള കണ്ടൻസൊക്കെ ഒരുപാട് ഹെൽത്തിയാണ് നമ്മുടെ ബോഡിക്ക്. എ വെൽ ഓഫ് ലിവിങ് വാട്ടേഴ്സ് എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. അപ്പോൾ നമ്മൾ ഈ ടൗൺ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നല്ല രസമാണ് ഇതിൻ്റെ ആർക്കിടെക്ചറൊക്കെ. ഈ കാണുന്ന ബിൽഡിംഗ് കണ്ടോ? ഇതിൻ്റെ പേരാണ് ദി ക്രസൻറ്റ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ട് പണ്ട് കാലത്ത് ഒരുപാട് വെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ വന്ന് തെർമൽ സ്പായൊക്കെ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. ഈ തെർമൽ സ്പായും അതുപോലെ തന്നെ ഇവിടെ കാണാനുള്ള ഭംഗിയും കൊണ്ടൊക്കെ തന്നെ ഇതൊരു ടൂറിസ്റ്റ് ഏരിയ ആണ്. ഇവിടെ ഒരു മ്യൂസിയം കൂടി ഉണ്ട്. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഞങ്ങൾ ഈവനിങ് ടൈമാണ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മ്യൂസിയം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ടൗണൊക്കെ നല്ല ബിസി ആയിരുന്നു. നമ്മളപ്പം ടൗണിലൂടെ ചെറിയൊരു വോക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാ ടൗണിലും ഉള്ള പോലെ തന്നെ ഇവിടെയും നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഔട്ട്ലെറ്റ്സുകളൊക്കെ ഉണ്ട്. നെക്സ്റ്റ് H&M അങ്ങനെയുള്ള ഔട്ട്ലെറ്റ്സുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ആട്ടോ ഫുഡ് കഴിച്ചിരുന്നത്. സാക്രോ ലോഞ്ച് എന്ന് പറയുന്ന ഇവിടെ ഒരു ഇംഗ്ലീഷ് ഡിന്നറാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് നമ്മൾ പോകുമ്പോൾ എവിടെ പോയാലും ഒന്നെങ്കിൽ നമ്മൾ ഹൈ ചെയർ ചോദിക്കും, അല്ലെങ്കിൽ നമ്മുടെ പ്രാമിൽ തന്നെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ചെയ്യാറ്. ഞാനെപ്പോഴും കയ്യിൽ സ്നാക്സ് കരുതാറുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ഇസ്തുവിനും കൂടെ കഴിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറേ നേരമൊക്കെ അവളെ അങ്ങനെ ഇരുത്താൻ പറ്റും നമുക്ക്. അപ്പോൾ ഇതാട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പേരൊക്കെ ഞാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ടൗൺ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. പൂക്കളെ ഒരുപാട് സ്നേഹിക്കുന്ന ആളാണ് കേട്ടോ എൻ്റെ അമ്മ. അതുകൊണ്ട് തന്നെ എവിടെ പോകണ്ടാലും അതിൻ്റെ എല്ലാം മുമ്പേ നമുക്ക് ഫോട്ടോ വേണം. അപ്പോൾ ഫോട്ടോ എടുക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
നമ്മൾ അത്യാവശ്യം യാത്രയൊക്കെ ചെയ്യുന്നവരായതുകൊണ്ട് നമ്മൾ നല്ല കാശ് കൊടുത്താണ് പ്രാം വാങ്ങിയിരുന്നത്. കാരണം നമ്മുടെ എയിം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞതിലിരിക്കുക, നമ്മളെ തള്ളിക്കൊണ്ട് നടക്കുക. പക്ഷെ ചില അവസരങ്ങളിൽ നമ്മൾ പ്രാമിനെ തള്ളണം, കൊച്ചിനെ എടുക്കണം. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ആണോ? അപ്പം നമ്മൾ അതിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇതാണ് മുമ്പ് ഞാൻ പറഞ്ഞ ക്രസൻറ്റ് എന്ന് പറഞ്ഞ ബിൽഡിംഗ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന മോണുമെൻറ്റ് ഇത് ടൗണിൻ്റെ ടോപ്പിലാണുള്ളത്. ഇതൊരു വാർ മെമ്മോറിയലാണ്. അപ്പോൾ ഇതിൻ്റെ അവിടെ നിന്ന് നമ്മൾക്ക് താഴേക്കും മുകളിലേക്കൊക്കെ പാസ് ചെയ്യാനുള്ള പാസേജ് അവർ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഈ ടൗണിൻ്റെ സെൻറ്ററിൽ തന്നെ ലൊക്കേറ്റ് ചെയ്യുന്ന പാവിലോൺ ഗാർഡൻസിലേക്കാണ്. 23 ഏക്കേഴ്സിലാണ് ഈ പാർക്ക് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനുള്ളിൽ ഒരു ലേക്ക് ഉണ്ട്, അതുപോലെ തന്നെ ബോട്ടിങ്ങിനുള്ള ഫെസിലിറ്റി ഉണ്ട്, പിന്നെ ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട്. അങ്ങനെ നല്ല രസമാണ് ഇതിനുള്ളിലൂടെ നടക്കാൻ വേണ്ടി. കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യും, കാരണം ഇതിനുള്ളിൽ നല്ലൊരു പ്ലേ ഏരിയ കൂടെ ഉണ്ട്, പിന്നെ ഒരു ഗാർഡൻ സെൻറ്റർ ഉണ്ട്. ഈ കാണുന്നതെല്ലാം വാട്ടർ ബേഡ്സ് ആണ്. അപ്പോൾ ഈ വാട്ടർ ബേഡ്സിനെയൊക്കെ നമുക്കവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ കാണുന്നതാണ് പിള്ളേർക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മിനിയേച്ചർ റെയിൽവേ ഇവിടെയുണ്ട്. പക്ഷെ നമ്മളന്ന് ചെന്നപ്പോഴത്തേനും സർവീസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അമ്മ നടക്കുന്നതിൻ്റെ പുറകെ കൂടെ കാണാൻ അവിടെ ഒരു റെയിൽവേ ഒരു ഇത് കാണുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ട്രാക്ക്. അപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഒരു മാപ്പ്. അപ്പോൾ ഇതിലൂടെ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് എവിടേക്കാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, കുട്ടികളുടെ പ്ലേ ഏരിയ എവിടെയാണ്, അതെല്ലാം നിങ്ങൾക്ക് ഇതിലൂടെ കാണാൻ പറ്റും. ഈ കാണുന്നതാണ് ഒക്ടഗണൽ ഹാള്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാംസോ അതുപോലെ എന്തെങ്കിലും പ്രദർശനങ്ങളോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവിടെയാണ് നടത്തുന്നത്. ഇവിടെ നല്ലൊരു കോഫി സെൻ്റർ ഉണ്ട്, നല്ലൊരു ഷോപ്പിംഗ് പ്ലേസ് കൂടെയാണ് ഇത് കേട്ടോ. അപ്പോൾ ഈ കാണുന്നിടത്താണ് കോഫി ഷോപ്സും അതുപോലെ ടോയ്ലറ്റൊക്കെ ഉള്ളത്. ഈ കാണുന്നതാണ് ഞാൻ മുമ്പ് പറഞ്ഞ ഗാർഡൻ സെൻറ്റർ. അപ്പോൾ ഇതിനുള്ളിലൂടെ ഇങ്ങനെ നോക്കിയപ്പം ഞാൻ നമ്മുടെ നാട്ടിലെ വാഴയൊക്കെ കണ്ടു. അപ്പോൾ ഇങ്ങനെ റയറായിട്ടുള്ള സ്പീഷീസ് ഒക്കെ ഇതിനുള്ളിലുള്ളതെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ലേറ്റ് ആയിരുന്നുകൊണ്ട് നമുക്ക് ഇതിനുള്ളിൽ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ മിനി ബക്സ്റ്റൺ ഡേ ട്രിപ്പ് അവസാനിക്കുകയാണ്. അപ്പം ഡേ ട്രിപ്പൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടൊന്നുമില്ല, പക്ഷേ നമുക്ക് ഇവിടെയൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പം നമ്മുടെ തിരിച്ചുള്ള യാത്രയും അതുപോലെ തന്നെ ഭംഗിയായിരുന്നു. നമുക്കിന്ന് അടുത്ത വ്ലോഗിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.